റെന്റഡ് ഹോമിലായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് എടുക്കാൻ പറഞ്ഞത് എനിക്ക് ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരുന്നു. ഒരു വീട് എടുക്കാൻ പറഞ്ഞത് അത്ര ഈസി ജോബ് ആയിരുന്നില്ല. ഒരുപാട് ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ഓഫ് മൈ ബഡ്ജറ്റ്. അപ്പൊ പിന്നെയും ഈ ഒരു തള്ളി മറിക്കൽ കണ്ടപ്പോഴാണ് ഈ താടിക്ക് കൈ കൊടുത്തിരുന്നു പോയത്. എന്താ ഒരു പെർഫെക്ഷൻ! എവിടെയെങ്കിലും ഒരു പതറലുണ്ടോ? തൻ്റെ പ്രേക്ഷകരോട് കള്ളം പറയുന്നതിൻ്റെ എന്തെങ്കിലും ഒരു ജാള്യതയുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരമാണ് നോറ, ബിഗ് ബോസ് താരം. നോറയോ നൂറയോ എന്തോ. അപ്പോൾ നോറ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു വീടിന് വേണ്ടിയിട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു. ബിഗ് ബോസിൽ പോയി നല്ല പ്രതിഫലം കിട്ടി. എന്നിട്ട് പോലും നോറയ്ക്ക് ഒരു വീടുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ആസ്ട്രോ ടോക്കിനെ പരിചയപ്പെടുകയും അതിൽ കയറുകയും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പെട്ടെന്ന് ഒരു ആഡംബര വീട് തന്നെ, ഒരു വില്ല തന്നെ നോറയ്ക്ക് കിട്ടി. അപ്പോൾ അത് തൻ്റെ പ്രേക്ഷകർക്കും കിട്ടിക്കോട്ടെ എന്നുള്ള നല്ല മനസ്സുകൊണ്ട് നോറ എല്ലാവരെയും ആ ഒരു കാര്യം അങ്ങ് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ ഒരു നോറയുടെ ഈ ഒരു പറ്റിക്കൽ പ്രൊമോഷൻ ഉണ്ടല്ലോ, അത് യൂട്യൂബേഴ്സ് എല്ലാം കൂടെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നോറയുടെ തന്നെ ഫ്രണ്ട്സായ ദമ്പതിമാരുടെ, യൂട്യൂബേഴ്സായ ദമ്പതിമാരുടെ വീടാണിത്. കുറച്ച് നാൾ മുന്നേ അവർ ഈ വീട് ഒരു ഹോം ടൂറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പ്രൊമോഷനൊന്നും അല്ലായിരുന്നു, അവരുടെ ഒരു ഹോം ടൂർ. അപ്പോൾ ആ വീട് തന്നെയാണ് ഈ വീട്. അതെന്തായാലും യൂട്യൂബേഴ്സ് പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ നോറയോടൊക്കെ ഞാൻ ആലോചിക്കുന്ന പ്രൊമോഷനൊക്കെയാണ്, സമ്മതിച്ചു. പക്ഷേ എന്നാലും തൻ്റെ പ്രേക്ഷകരെ ഇമ്മാതിരി പറ്റിക്കാനായിട്ട് എങ്ങനെ സാധിക്കുന്നു? വേണമെങ്കിൽ പറയാം, ഇത് നല്ല വീടാണ്, ഒരുപാട് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ സൂപ്പറാണ്, നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടും എനിക്ക് വീട് കിട്ടുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ആഗ്രഹം സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആസ്ട്രോ ടോക്ക് മാത്രമാണ് എനിക്ക് ആ ഒരു വീട് കിട്ടാൻ സഹായിച്ചത്. ആസ്ട്രോ ടോക്കിലൂടെ എനിക്ക് ഈ വീട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറ്റിക്കലുണ്ടല്ലോ, ഇല്ലാത്ത സമയം കണ്ടെത്തി നിങ്ങളുടെയൊക്കെ വീഡിയോ കാണാനിരിക്കുന്ന പ്രേക്ഷകരെ പറ്റിക്കുന്ന ആ ഒരു ഇത്, അതത്ര നല്ലതായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നെയും വന്നു ഒരുപാട് സെലിബ്രിറ്റീസ്. ഈ ഒരു ആസ്ട്രോ ടോക്ക് മൂലം ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടിയ വലിയ വലിയ സെലിബ്രിറ്റീസ്, മമത മോഹൻദാസ് ഉൾപ്പെടെ, അപർണ ബാലമുരളി, അതുപോലെ തന്നെ ശ്രീകുട്ടി ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യൂട്യൂബറാണ്, ഫാമിലി ബ്ലോഗൊക്കെ പങ്കുവെക്കുന്ന ഒരുപാട് ആൾക്കാരാണ് പ്രേക്ഷകരായിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനലിന്. അപ്പം അവരെയും ശ്രീകുട്ടി കബളിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ശ്രീകുട്ടിയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടി, അങ്ങനെ ഒരു വീഡിയോ കിട്ടി, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് ആസ്ട്രോ ടോക്കാണ് ഈ ഒരു വീട് കിട്ടാൻ സഹായിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടിയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും യൂട്യൂബേഴ്സ് എല്ലാം കൂടി ഇത് പൊളിച്ചടക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് ബാഡ് കമൻറ്റ് ഇട്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുട്ടിയുടെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു. ഈ പുച്ഛമുണ്ടല്ലോ, പുച്ഛം. അപ്പോൾ ആ ഒരു പുച്ഛം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു സെലിബ്രിറ്റിയുടെ പുച്ഛം. കൊളാബറേഷൻ്റെ ഒരു ഇതായിട്ട് ആസ്ട്രോ ടോക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൊളാബറേഷനാണെന്ന് ശ്രീകുട്ടി ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീകുട്ടിക്ക് കഷ്ടപ്പാട് ഉണ്ടായിട്ടും ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഒരു വീട് കിട്ടിയില്ല. ഈ ആസ്ട്രോ ടോക്ക് മൂലം, ആ ആസ്ട്രോ ടോക്കിൽ വിശ്വസിച്ചത് കൊണ്ടും അതിൽ കയറി പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ടുമാണ് ഈ ഒരു വീട് ശ്രീകുട്ടിക്ക് ലഭിച്ചതെന്നാണ് തൻ്റെ പ്രേക്ഷകരോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കൊളാബറേഷനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി ശ്രീകുട്ടി പറയുന്ന അതിമഹത്തായ ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉണ്ടായിരുന്നു. അയ്യോ, ശ്രീകുട്ടി ഭയങ്കര ജെനുവിൻ ആണെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യുമോ, അത് വേണം, അങ്ങനെ പാടില്ലായിരുന്നു, വളരെ മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ കുറേയേറെ കമൻസ് കേട്ടോ. ഇത് എൻ്റെ ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്നു, നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അത്. ഞാൻ ജോലി യൂട്യൂബിൽ വീഡിയോസ് ഇടുക, പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് ഏണിങ്സ് ആണ് ഇവരുടെ വരുമാന മാർഗം. പക്ഷേ ഇങ്ങനെ കൊളാബറേഷൻ ചെയ്യാറുണ്ട് കേട്ടോ. കൊളാബറേഷനും ഈ യൂട്യൂബേഴ്സിൻ്റെ മുഖ്യ വരുമാനമാണ്. പക്ഷേ അതിനകത്ത് ഒരു കൊളാബറേഷൻ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടാൽ എവിടെയും അത് കൊളാബറേഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു പ്രൊമോഷൻ ആണെന്ന് ആർക്കും തോന്നുന്നില്ല. ആസ്ട്രോ ടോക്ക് ആപ്പ് മൂലം തനിക്ക് ലഭിച്ച സൗഭാഗ്യമായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ ഒരു കൊളാബറേഷൻ എത്തിച്ചത്. ആർക്കും മനസ്സിലാകത്തില്ല. ഈ യൂട്യൂബേഴ്സ് ഈ ഒരു വീഡിയോസ് ഇട്ടില്ലായിരുന്നെങ്കിൽ, റിയാക്ഷൻ വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ ആർക്കും അത് മനസ്സിലാവത്തില്ലായിരുന്നു. പല പ്രേക്ഷകരും, പല ആൾക്കാരും അതിൽ പറ്റിക്കപ്പെടുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം അതെന്തായാലും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് കാശ് കിട്ടും എന്ന് കരുതിയിട്ട് എന്തും നമ്മളങ്ങ് ചെയ്യുമോ? ഇപ്പം നമ്മുടെ ലാലേട്ടനാണേലും മമ്മൂക്കയാണേലും ഇനിയിപ്പം ഏത് സിനിമാ താരമാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊമോഷനുമായിട്ട് ആരെങ്കിലും കൊളാബറേഷൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാലും അത് വാസ്തവമുണ്ട് എന്ന് മനസ്സിലാക്കൽ മാത്രമേ അവർ കൂടുതലും ആ ഒരു കൊളാബറേഷൻ ചെയ്യാനായിട്ട് എടുക്കത്തുള്ളൂ, ആ ഒരു പരസ്യം അവരെടുക്കത്തുള്ളൂ. കാരണം തൻ്റെ പ്രേക്ഷകർക്ക് മോശമാകുന്ന, തൻ്റെ പ്രേക്ഷകർക്ക് ദോഷമാകുന്ന രീതിയിലൊരു കൊളാബറേഷൻ ഞങ്ങൾ ചെയ്യില്ല എന്നവർ വ്യക്തമായിട്ട് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശ്രീകുട്ടി ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. എനിക്ക് കാശ് കിട്ടാൻ വേണ്ടി, എൻ്റെ ജോലിയാണ്, പ്രൊമോഷൻ ചെയ്താൽ എനിക്ക് പൈസ കിട്ടും, ഇതെൻ്റെ വരുമാന മാർഗ്ഗമാണ്
എന്ന് കരുതിയിട്ട് ഈ കൊളാബറേഷനെ തനിക്ക് കിട്ടിയ സൗഭാഗ്യമായിട്ട്, അതും ഈ ആസ്ട്രോടോക്ക് ആപ്പ് വഴി തനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഈ വീടെന്ന് പറയുന്ന പലരുടെയും സ്വപ്നമാണ്. അപ്പം അങ്ങനെ ഒരു സ്വപ്നം ഇതുപോലെ കിട്ടുമെന്ന് പലരും വിശ്വസിച്ച് പോകും. പല ആൾക്കാരും ആരെങ്കിലും നമുക്ക് വിശ്വാസമുള്ളവർ, നമുക്ക് ഇഷ്ടമുള്ളവർ പറയുമ്പോൾ അത് വിശ്വസിച്ച് പോകും. അപ്പോൾ എന്ത് ചെയ്യും? അവരും ഈ ആസ്ട്രോടോക്ക് എന്ന ആപ്പിലേക്ക് അവരും വീഴും. പക്ഷെ അവർക്ക് വീട് കിട്ടുമോ? ഇല്ല. അപ്പോൾ അതൊരു പറ്റിക്കലല്ലേ, ചെയ്യുന്നത് തെറ്റല്ലേ, പാവമല്ലേ? അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയവരോട് പറയുന്ന ഒരു വാക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കൊളാബറേഷൻസ് വരുന്നുണ്ട്, നമ്മളത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടി വിയിൽ എന്തെല്ലാം പരസ്യം കാണുന്നു, എന്തെല്ലാം പരസ്യം. അപ്പം അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല ശ്രീകുട്ടി, ടി വിയിൽ നമ്മളൊരു പരസ്യം കാണുമ്പോൾ നമുക്കത് അറിയാം, അത് പരസ്യമാണ്. ഇപ്പോൾ ഒരു സോപ്പിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ഒരു സോപ്പ് കാണിച്ചിട്ട്, ഈ സോപ്പ് തേച്ചപ്പോൾ ഞാൻ അങ്ങ് വെളുത്തു തുടുത്തു, ഈ സോപ്പാണ് എൻ്റെ സൗന്ദര്യ രഹസ്യം, എൻ്റെ ഈ സോപ്പ് ഉപയോഗിച്ചതുകൊണ്ട് എൻ്റെ മുഖം ചുളുങ്ങിയില്ല, ചുളിവ് വീഴുന്നില്ല എന്നൊരു മോഡൽ പറയുന്നു. പക്ഷെ അത് കാണുന്നവർക്കറിയാം അതൊരു പരസ്യമാണ്, ആ സോപ്പ് ഉപയോഗിച്ചാൽ ഈ പറഞ്ഞതൊന്നും നടക്കില്ല എന്ന് ഏതൊരാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതൊരു പരസ്യമായിട്ട് കാണാൻ ആൾക്കാർക്കറിയാം. പക്ഷെ അതുപോലെയല്ല ശ്രീകുട്ടി ചെയ്തത്. ഇതെനിക്ക് കിട്ടിയ സൗഭാഗ്യം, ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയത്. അതും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാണണ്ട. ഞാനിപ്പോൾ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ആ പരസ്യത്തിൽ. നമ്മൾ അതിനൊരു പ്രൊമോഷൻ കൊടുക്കുന്നു എന്ന് മാത്രം. അതെൻ്റെ ജോലിയുടെ ഭാഗമാണ്, അതിൽ നിന്ന് എനിക്ക് കുറച്ച് കാശ് കിട്ടുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആരും നിർബന്ധിച്ച് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നും പറയുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒന്ന് ആലോചിക്കുക, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. നമുക്കത് വേണമെങ്കിൽ അത് ചെയ്താൽ മതി. അവർ ഇടുന്ന പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പ്രൊമോഷൻസ് ഒക്കെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റി കളഞ്ഞാൽ പോരെ. അത് അവരുടെ വിശ്വാസം തകർന്നത് കൊണ്ട്, ശ്രീകുട്ടിയെ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ വിശ്വാസം തകർന്നത് കൊണ്ട്, അവർക്ക് അതൊരു പറ്റിക്കലാണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് തോന്നിയ വികാരമാണ് ആ ഒരു കമൻസ്. ആ കമൻസ് പോലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്താൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾക്കത് കളയാതൊരു പരസ്യമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കമൻറ്റിനെ അങ്ങനെ കണ്ടാൽ പോരെ? അവർ വീഡിയോ കണ്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ഈ വീഡിയോ കാണുമ്പോൾ അന്ന് അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമ്മുടെ ഓഡിയൻസിനുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പ്രൊമോഷൻ ചെയ്യാതിരുന്ന എനിക്ക് ആ കാശ് പോകും, അത് അവരെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കും. അപ്പോൾ ആ കാശ് ഈ കാണുന്നവരാരും, എനിക്ക് ഈ കമൻസ് ഇടുന്നവരാരും, കാണുന്നവരല്ല, ഈ കമൻസ് ഇങ്ങനെയുള്ള കമൻസ് ഇടുന്നവരാരും കൊണ്ടു തരത്തില്ല. അതും തെറ്റ്. ഈ കാണുന്നവരാരും എനിക്ക് കാശ് കൊണ്ടു തരത്തില്ല എന്ന് പറയുന്നതുകൊണ്ട് ഈ കാണുന്നവർ ഈ വീഡിയോസ് കണ്ടിട്ടാണല്ലോ അവർ കമൻറ്റ്സ് ഇടുന്നത്. ഈ വീഡിയോസ് ഇവർ കണ്ടിട്ടാണല്ലോ വ്യൂസ് വരുന്നത് ചാനലിന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണല്ലോ ആ വീഡിയോസിലൂടെ എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടുന്നത്, അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന ആ ഒരു ഏണിങ്സിൽ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഒരുപാട് പങ്കുണ്ട്. അത് നമ്മളങ്ങനെ തള്ളിക്കളയരുതും കേട്ടോ. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ അത് തള്ളിക്കളയാം, അത്ര മാത്രമേ ഉള്ളൂ. എത്രയോ പേര് ടി വിയിലും യൂട്യൂബിൽ തന്നെ എത്രയോ പേര് പ്രൊമോഷൻ എന്തെല്ലാം പ്രോഡക്ട്സിൻ്റെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജെന്യുവനായിട്ടുള്ളതാണോ? അല്ലല്ലോ. അപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുന്നവർ മനസ്സിലാക്കുക, ഇവർ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇവർ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളല്ല കൊണ്ടുവരുന്നതെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പം പ്രേക്ഷകർ, ഓഡിയൻസ് തീരുമാനിക്കുക. നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് പ്രൊമോഷൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. അത് വേണമെങ്കിൽ വേണ്ട എന്നുള്ളത് അങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയല്ലേ, അപ്പം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്ത് വന്നാലും നിങ്ങൾക്കത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇവിടെ സർക്കാർ പോലും പറയുന്ന കാര്യങ്ങൾ നേരെ ചെയ്യുന്നില്ല, എന്തെല്ലാം വാഗ്ദാനങ്ങളും പരസ്യങ്ങളുമാണ് ചെയ്യുന്നത്, അവർ പോലും നേരെ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാവപ്പെട്ട ഞാൻ 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വീട് ചെയ്യുമ്പോൾ അതിനെന്തിനാണ് നമ്മൾ സർക്കാർ ചെയ്യുന്നതും മറ്റവർ ചെയ്യുന്നതും മറിച്ചവർ ചെയ്യുന്നതും അല്ല നോക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വീഡിയോസ് കാണാനിരിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നമ്മളുടെ വീഡിയോയിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാമല്ലോ. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവർ കൊടുത്ത വാക്ക് പാലിക്കുന്നില്ല, അവർ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ പറയുന്നത് ജെന്യുവൻ അല്ല, അതുകൊണ്ട് ഞാനും അങ്ങനെ ആകാം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല.
ഇത്രയേറെ കമൻസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് എന്ന രീതിയിലാണ് കമൻസ് ഒക്കെ വരുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല, എന്തിനാണ് അങ്ങനെ ഒരു, ഞാനത് മുന്നേ പറഞ്ഞ കാര്യമാണ്, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് പല പ്രൊമോഷൻസും എനിക്ക് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ അത് തള്ളിക്കളയും, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചുപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വന്നങ്ങനെ ചെയ്യണമല്ലോ, എവിടെയോ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന യൂട്യൂബേഴ്സ്, നിങ്ങൾ കാണുന്ന സെലിബ്രിറ്റീസ് നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? നിങ്ങൾ വീഡിയോസ് കാണുന്നത് കൊണ്ടാണ്, നിങ്ങൾ കൊടുക്കുന്ന വ്യൂസ് കൊണ്ടാണ് അവർക്ക് ഈ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഈ പറഞ്ഞതുപോലെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ തള്ളിക്കളയാം, അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ എന്തായാലും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒട്ടും അഹങ്കാരമില്ല, ഒട്ടും അഹംഭാവമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി എന്നാണ് ശ്രീകുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പം ശ്രീകുട്ടി മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപർണയാണേലും, അപർണ ബാലമുരളി ആണെങ്കിലും, മമത മോഹൻദാസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഈ നോറയാണേലും, ഇവരൊക്കെ ഒരു പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നത്, ഇവരൊക്കെ ഒരു കൊളാബറേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പണ്ടൊക്കെ ഈ ജ്യോതിഷം എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, നമ്മൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ജ്യോത്സ്യന്മാരെ പോയി കാണുക, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, പൂജ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക, അവർ പറയുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊരു വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ കാലം മാറിയപ്പോൾ ഇന്നത് ഓൺലൈൻ വഴിയായി. ഇപ്പോൾ ജ്യോത്സ്യന്മാരെ ഒന്നും വീട്ടിൽ പോയി കാണണ്ട, ഇവിടെ ഇരിക്കുക, ഈ ഓൺലൈൻ വഴി ഇതുപോലെയുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക, ഈ ആപ്പുകളിലേക്ക് കയറി ഇനി ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ആസ്ട്രോ ടോക്ക് ആപ്പിനെ കുറിച്ചിട്ട് ഒരു പെൺകുട്ടി പറയുന്ന വീഡിയോസും കൂടെ ഞാനിവിടെ കാണിക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എടാ, ഞാൻ ഇന്ന് ആസ്ട്രോ ടോക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഡെയിലി ഞാൻ ഇതിന്റെ ആഡ് കാണാറുണ്ട്. അപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അല്ലേ ചെയ്യുന്നത്, അപ്പൊ ഞാൻ വിചാരിച്ചത് ട്രൈ ചെയ്ത് നോക്കാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ 2 മിനിറ്റുള്ള എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കാണിച്ചത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സമയം, സ്ഥലം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രീ ചാറ്റിന്റെ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആസ്ട്രോളജറുമായിട്ട് സംസാരിക്കാനുള്ള ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് എനിക്ക് വന്നത് ഇതുപോലത്തെ ശ്രീലക്ഷ്മി ഉണ്ണിത്താൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോളജർ ആയിരുന്നു. ഈ ഫോട്ടോയിൽ കാണിക്കുന്നതല്ല, ഇതെന്റെ ഫ്രണ്ടാണ്. മറ്റേതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡെമോയ്ക്ക് വേണ്ടി വേഷം കിട്ടിച്ചത്. 2 മിനിറ്റ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. മുകളിൽ ഇങ്ങനെ ടൈമർ ഇങ്ങനെ ഓടിക്കൊണ്ടേ. ആദ്യം നമ്മളുടെ അടുത്ത് എന്താണ് അറിയേണ്ടത് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിന്ത തുടങ്ങും, അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ 2 മിനിറ്റിൽ 1.5 മിനിറ്റും പുള്ളിക്കാരി ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കും. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് ആവുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെങ്കിലുമൊക്കെ ഒരു കറുത്ത മറുകുണ്ടാവാൻ സാധ്യതയില്ലെന്ന്. നിങ്ങളുടെ ജാതകം കിടിലോ ആണ്, പക്ഷെ ഒരു വലിയ പ്രശ്നം സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മൾ ചോദിക്കും, അയ്യോ എന്താണ് പ്രശ്നം? അപ്പൊ പുള്ളിക്കാരി പറയും, അയ്യോ സോറി, ഫ്രീ ആയിട്ടുള്ള സംഭവമൊക്കെ തീർന്നു, 20 രൂപ തരാമെങ്കിൽ പറയാവും. എന്നിട്ട് അതിന്റെ ഒപ്പം ഒരു വോയിസും കൂടെ അയക്കും. Yes, I have noticed something very interesting in your horoscope. പിന്നെ എന്റെ അടുത്ത് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവും, 28 വയസ്സാവുമ്പോൾ എനിക്ക് ലവ് മാരേജ് ആവുള്ളൂ. അതെന്തായാലും കാര്യമായി, കാരണം ഈ ആസ്ട്രോടാക്ക് ആപ്പ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. പുള്ളിക്ക് എന്തായാലും സന്തോഷമായി. അപ്പോൾ കേട്ടല്ലോ, ഈ ആസ്ട്രോ ടോക്കിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ ഇത് 2 മിനിറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് 1.5 മിനിറ്റ് വരെ അവർ ആലോചിക്കുക, ബാക്കി 1/2 മിനിറ്റ് അതുകൊണ്ട് മുഴുവൻ പറയത്തില്ല. അപ്പോൾ എന്താവും, നമുക്ക് ആകാംക്ഷാവും, അയ്യോ ഇനി നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഇവർ പറയുന്ന പോലെ 20 രൂപ അടയ്ക്കും. അത് കഴിയുമ്പോൾ അതിലും ടൈമിംഗ് ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യും, വീണ്ടും ഇവർ പറയുന്ന പോലെ എമൗണ്ട് അടയ്ക്കും. അങ്ങനെ നമ്മൾ ഇവരുടെ വലയിലേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ഈ ആസ്ട്രോ ടോക്ക് ആപ്പ് വഴി അതുപോലെയുള്ള പല ആപ്പുകളും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കുക. ഏറ്റവും കൂടുതൽ ഈ ചതിക്കുഴിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്ന സെലിബ്രിറ്റീസ് തന്നെയാണ്. ഇവർ തിരഞ്ഞെടുക്കുന്നതും ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിനെയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഓരോ ആപ്പുമായിട്ട് വരുമ്പോൾ അവരുടെ ചതിക്കണിയിൽ വീഴാതിരിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് ചതിക്കുഴികളുണ്ട്, അതിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയെങ്കിലും പറയണം തോന്നി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വിഷയം കണ്ടു കാണും, ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.